പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ആയിരുന്നില്ല എൽ ഡി എഫിനുണ്ടായിരുന്നത്. എൽ ഡി എഫ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ പയറ്റുന്നത് കമ്മ്യൂണൽ സ്ട്രാറ്റജിയാണ്. ഈ കമ്മ്യൂണൽ സ്ട്രാറ്റജി നടക്കില്ല കേട്ടോ. അത് നടക്കില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ CPM അത് കൊണ്ടു നടക്കാൻ പറ്റില്ല. ആ പരിപാടിയായിട്ടാണ് CPM പോകുന്നതെങ്കിൽ എടുത്ത് പുറത്തേക്കിടും എന്ന് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ കേരളത്തിലെ ജനത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ CPM അത് മനസ്സിലാക്കുന്നില്ല. 2024 അത് പറഞ്ഞു, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പറഞ്ഞു, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നോക്കൂ, അതിൻ്റെ പാരമ്യത്തിലെത്തിയ സന്ദർഭമായിരുന്നു. പെഹൽഗാം ആക്രമണത്തിന് ശേഷമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പെഹൽഗാം ആക്രമണത്തെ പിന്തുണച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയിലാണ് UDF മത്സരിക്കുന്നതെന്നാണ് CPM അവിടെ പ്രചരിപ്പിച്ചത്. എന്നാൽ ഇന്ത്യയിൽ ബജ്റംഗ് ദളികൾ പോലും ഏറ്റവും വിഷലിപ്ത പ്രചാരണം നടന്ന ഈ സംഘപരിവാര കൂടാരത്തിലെ വിഷപ്പാമ്പുകൾ പോലും പ്രചരിപ്പിക്കാത്ത വിദ്വേഷം നിലമ്പൂരിലെ ജനങ്ങളോട് പറഞ്ഞു. ആരെ മുൻനിർത്തിയിട്ട്? മതേതര കേരളത്തിൻ്റെ എന്താണ് അഭിമാന ബിംബം എന്ന് പറഞ്ഞ് ഇവർ പ്രചരിപ്പിക്കുന്ന സ്വരാജിനെ മുൻനിർത്തിയിട്ട് അവിടെ പ്രചരിപ്പിച്ചത് പെഹൽഗാം ആക്രമണത്തെ പിന്തുണച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയിലാണ് ഇവിടെ മത്സരിക്കുന്നത്. ഈ ഇലക്ഷനിൽ നെല്ലിക്കുഴിയിൽ എന്താ ഒരു അനൗൺസ്മെൻ്റ് നടത്തിയത്? ഈ അജിംസിൻ്റെ നാടാണത്. ഹിസ്ബുൽ മുജാഹിദിനാണ് മത്സരിക്കുന്നത്. ഇത് ഇവിടുത്തെ RSSകാർ BJPക്കാർ ഇങ്ങനെ പ്രചാരണം നടത്തിയിട്ടുണ്ടോ? ഹിസ്ബുൽ മുജാഹിദീൻ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് LDFന് വോട്ട് ചെയ്യുക എന്നാണ്. അതുകൊണ്ട് നിഷാദ് ഇത് പൊളിറ്റിക്കൽ സ്ട്രാറ്റജി അല്ല, ഇത് കമ്മ്യൂണൽ സ്ട്രാറ്റജി ആയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗോവിന്ദൻ മാഷ് ഇവർ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ശേഷം എല്ലാ ദിവസവും രാവിലെ പല്ല് തേപ്പ് കഴിഞ്ഞാൽ ചെയ്യുന്ന പണി എന്താണ്? ജമാഅത്തെ ഇസ്ലാമിയെ ചീത്ത പറയുക എന്നുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമി AK ബാലൻ പറഞ്ഞത് UDF ജയിച്ചാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരമന്ത്രിയാവും. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ UDF ജയിച്ചാൽ എങ്ങനെയാണ് ആഭ്യന്തരമന്ത്രി മാറുക എന്ന ലളിതമായൊരു സംഗതി അവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഇതെന്താണ് ഈ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ, ഇത് നരേന്ദ്രമോദി ഗുജറാത്തിൽ ഇങ്ങനെയായിരുന്നു പ്രസംഗിക്കാറ്. കോൺഗ്രസ് ജയിച്ചാൽ അഹമ്മദ് പട്ടേൽ മുഖ്യമന്ത്രിയാവും കേട്ടോ എന്നാണ് പറയുക. നരേന്ദ്രമോദി എന്താണോ ഗുജറാത്ത് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ചെയ്തത്, അഹമ്മദ് പട്ടേലിനെയും പർവേസ് മുഷറഫിനെയും മുൻനിർത്തിയായിരുന്നു അദ്ദേഹം ഇവിടെ ക്യാമ്പയിൻ നടത്താറുണ്ടായിരുന്നത്. അത് തന്നെയാണ് MV ഗോവിന്ദനും പിണറായി വിജയനും കേരളത്തിൽ ചെയ്തത്. അതുകൊണ്ട് ഇത് പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയേ അല്ല, ഇത് പച്ചയായ വർഗീയ അജണ്ടയായിരുന്നു. അത് നടക്കില്ല, അത് കേരളത്തിൽ വിജയിക്കില്ല എന്ന് ആവർത്തിച്ചുറപ്പിച്ചൊരു തെരഞ്ഞെടുപ്പ് ഒരു ദിവസം എന്നുള്ള ഇന്നത്തെ ദിവസം പ്രസക്തി. പക്ഷെ അതിൽ ആലോചിക്കേണ്ട കാര്യം വെച്ചാൽ എന്തുകൊണ്ടാണ് CPM ഇങ്ങനൊരു പൊസിഷനിലേക്ക് പോകുന്നത്? CPMമാർ ഈ വർഗീയതയെക്കുറിച്ച് അല്ലെങ്കിൽ വർഗീയത സൃഷ്ടിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് അവർക്കറിയാത്തതുകൊണ്ടല്ല. ഈ പെർട്ടിക്കുലറായിട്ടുള്ള ഈ സംഗതി ഇപ്പം ഇദ്ദേഹത്തെ വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് ഈഴവർക്ക് ശ്വാസം മുട്ടി ജീവിക്കാൻ വയ്യ, ശ്വാസം മുട്ടി ജീവിക്കാൻ വയ്യ എന്നാണ് പ്രസംഗിച്ചത്. ഈ മനുഷ്യനെ അടുത്ത ദിവസം മാലയിട്ട് സ്വീകരിക്കുന്നു. 3-ാം പക്കം സ്റ്റേറ്റ് കാറിൽ കയറ്റി കൊണ്ടുപോകണം മുഖ്യമന്ത്രി. അത് ചെയ്യുന്നതോട് കൂടിയിട്ട് 3-ാം ദിവസമല്ല അയ്യപ്പ സംഗമത്തിന് 3-ാം ദിവസം നാളെ ദാവൂദിന് റീബട്ടൽ വരും. 3-ാം ദിവസം കള്ളം പറഞ്ഞു. അപ്പോൾ ഈ എന്തിനെങ്ങനെ ചെയ്യുന്നത് ഇന്ന് നോക്കണം കേട്ടോ. ഈ മലപ്പുറം ജില്ലയിലെ ജില്ലാ പഞ്ചായത്ത് 33 ഡിവിഷനിൽ ഇപ്പോൾ വരുന്ന വെച്ചാൽ 32-ലും UDF വിജയിച്ച് നിൽക്കുകയാണ്. 33-ാമത്തേൽ ഫലം പുറത്ത് വന്നിട്ടില്ല. മിക്കവാറും സംപൂജ്യരാകാനുള്ള മാക്സിമം ഒരു സീറ്റ് മാത്രമാകാൻ പോവുകയാണ്. മലപ്പുറത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ലയാണ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ MLAമാരുള്ള ജില്ലയാണ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ലയാണ്. ഈ മലപ്പുറത്തെക്കുറിച്ച് ഈ ശുദ്ധ വർഗീയത പറഞ്ഞ ഒരാളെ, മുസ്ലിങ്ങളെക്കുറിച്ച് ശുദ്ധ വർഗീയത പറഞ്ഞ ഒരാളെ അയാളെ സ്റ്റേറ്റ് കാറിൽ കയറ്റി കൊണ്ട് നടക്കുന്നതിൽ ഒരു വൈക്ലഭ്യവും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഇല്ലാതാവുന്നത് എന്തുകൊണ്ടാണ്? അതൊരു സന്ദേശം കൊടുക്കുക എന്നുള്ളതാണ്. അത് കൃത്യമായ ഒരു വർഗീയ സന്ദേശം കൊടുക്കുകയാണ്. എന്താണ് ആ സന്ദേശം? ഹിന്ദു ക്രിസ്ത്യൻ പച്ചക്ക് പറഞ്ഞാൽ ഹിന്ദു ക്രിസ്ത്യൻ ധ്രുവീകരണം സൃഷ്ടിച്ച്, മുസ്ലിം വിരുദ്ധമായ ധ്രുവീകരണം സൃഷ്ടിച്ച് ഞങ്ങൾ വിജയിക്കും, നമുക്കങ്ങനെ വിജയിക്കാം, നമുക്കങ്ങനെ വിജയിക്കണം കേട്ടോ. ഇങ്ങേരെ പിടിച്ച് കാറിൽ കയറ്റുമ്പോൾ പിണറായി വിജയൻ പറയുന്നത് അതാണ്, നമുക്ക് അവന്മാരെ തൂക്കണം, നമുക്ക് വിജയിക്കണം. ഇത്രയും വർഗീയത, ഇത്രയും സ്പഷ്ടമായിട്ടുള്ള വർഗീയത തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ട് ഒരു ഇടതുപക്ഷ പാർട്ടി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ
അത് അത്ഭുതകരമായുള്ള കാര്യമാണ്. പക്ഷേ അവരത് ബോധപൂർവമാണ് ചെയ്തിട്ടുള്ളത്. ബോധപൂർവം ചെയ്യുന്നതിൻ്റെ കാരണം വെച്ചാൽ ഒന്ന്, ഇപ്പോൾ ഞാൻ പറഞ്ഞു അഹമ്മദ് പട്ടേൽ എന്നുള്ളതൊരു നാട്ടക്കുറി, പർവേസ് മുഷാറഫ് എന്നുള്ളൊരു നാട്ടക്കുറി വെക്കുന്നത് പോലെ കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്നൊരു നാട്ടക്കുറി വെക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ക്രോണോളജി ഇങ്ങനെ എടുക്കുക, എങ്ങനെയാണത് വന്നതെന്നുള്ള ഡൈസെക്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 2019 മുതലാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയും LDF തമ്മിലൊരു അകൽച്ച തുടങ്ങുന്നത്. കാരണം 2019 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒറ്റക്കക്ഷിയാകണം ഒരു ദേശീയ പോളിസിയുടെ ഭാഗമായിട്ട് അവർ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്നു. അന്ന് മുതലാണ്. അതിനു മുമ്പ് നമുക്കറിയാം ഒരുപാട് രംഗങ്ങളിൽ കേരളത്തിൽ ജമാഅത്ത് ഇസ്ലാമിയും CPM സഹകരിച്ചിട്ടുണ്ട്. ഇപ്പോഴും കേരളത്തിന് പുറത്ത് ആ നിലയ്ക്കുള്ള സഹകരണമുണ്ട്. പക്ഷേ ജമാഅത്ത് ഇസ്ലാമിയെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ KT ജലീൽ എന്ന് പറയുന്ന ആൾ ഉപദേശിച്ചു കൊടുത്ത ബുദ്ധിയാണ്. CPMന് KT ജലീൽ എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയത്തിൻ്റെ ഒരു ആധികാരിക ശബ്ദം എന്നാണ് ഗോവിന്ദ മാഷ് ഇപ്പോഴും വിചാരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറയുക, ദ മോസ്റ്റ് ഫൂളിഷ് പൊളിറ്റീഷ്യൻ കേരള ഹാസ് എവർ പ്രൊഡ്യൂസ്ഡ് എന്ന് നിശ്ചയമായിട്ടും പറയാവുന്ന ഒരാളാണ്. ഇങ്ങനെ പറഞ്ഞു കൊടുത്ത ആശയമാണ് ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയെ ചീത്ത പറഞ്ഞാൽ എന്താണ്, പിന്നെ മറ്റ് മുസ്ലിം സംഘടനകളുടെ വോട്ട് കിട്ടും, അതേപോലെ എന്ത് ചെയ്യും, അപ്പുറത്തും അടിപൊളിയാണ്, ഈ കൺസോളേഷൻ നടക്കും. അപ്പോൾ കേട്ടു നോക്കിയാൽ നല്ല ഐഡിയ ആണല്ലോ അത്. പിന്നെ ഉറുദു പേരൊക്കെയാണ് അതിനാവശ്യമായ ഇക്ബാൽ കവിതകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ. അതാണ് വർക്കൗട്ട് ചെയ്ത് നോക്കിയത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ ശരിക്കും കൃത്യമായിട്ടൊന്ന് വകതിരിച്ച് മനസ്സിലാക്കണം. ഈ ജമാഅത്തെ ഇസ്ലാമിയെ ചീത്ത പറഞ്ഞാൽ മറ്റ് മുസ്ലിം സംഘടനകളുടെ വോട്ട് കിട്ടും എന്നുള്ളത് അതൊരു 10-15 വർഷം മുമ്പാണ് ശരിയായിരുന്നു. അത് ആ നിലക്കുള്ള സംഘടനാ വൈരം കേരളത്തിലെ മുസ്ലിം സംഘടനകൾക്കിടയിൽ ഉണ്ടായിരുന്നു. പക്ഷേ 2014 ശേഷം മുസ്ലിങ്ങൾക്കിടയിലുള്ള അവരുടെ ഇൻറ്റേർണൽ ഡൈനാമിക്സ് മാറിയിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അത് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം മനസ്സിലാക്കിയിട്ടില്ല, ന്യൂസ് റൂമുകൾ മനസ്സിലാക്കിയിട്ടില്ല. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ കമ്മ്യൂണിറ്റിയുടെ ഇൻറ്റേർണൽ ഡൈനാമിക്സ് അത് മാറിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പം കേരളത്തിലെ ഏറ്റവും വലിയ സംഘടന ഇതാണ്, ആ സംഘടന ഇത്രയാണ്, ഈ സംഘടന ഇത്രയാണെന്ന് പറയും. അതൊരിക്കലും ശരിയല്ല. കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ സംഘടനാരഹിതരായ മുസ്ലിങ്ങളാണ്. രാവിലെ സുന്നിയും ഉച്ചയ്ക്ക് മുജാഹിദും വൈകുന്നേരം ജമാഅത്ത് ഇസ്ലാമിയും നേരെ തിരിച്ചും ഇങ്ങനെയൊക്കെ ആകുന്ന ആളുകളാണ്. അവർ കുട്ടികളെ മതം പഠിപ്പിക്കാൻ സുന്നികളുടെ മദ്രസയിൽ അയക്കും, ഉച്ചയ്ക്ക് മുജാഹിദുകാരുടെ പള്ളിയിലായിരിക്കും പോകുന്നുണ്ടാവുക, ജമാഅത്തുകാരുടെ പ്രസിദ്ധീകരണമായിരിക്കും വായിക്കുന്നുണ്ടാവുക, അവർ സെക്യുലർ എഡ്യൂക്കേഷൻ MES ആയിരിക്കും സമീപിക്കുന്നുണ്ടാവുക, അവർ വോട്ട് ചെയ്യുന്നത് മുസ്ലിം ലീഗിനായിരിക്കും. ഇങ്ങനെ തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയുടെ ഒരു കേന്ദ്രീകൃത കമാൻഡിന് കീഴിൽ കഴിയുന്ന കുറേ കൂട്ടങ്ങളല്ല, കുറേ കമ്പാർട്ട്മെൻറ്റുകളല്ല മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇത്തരം കമ്പാർട്ട്മെൻറ്റലൈസേഷനെ ട്രാൻസെൻഡ്, അതിനെ മറികടന്ന അതാണ് ഈ കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും വലിയൊരു പോർഷൻ എന്ന് പറയുന്നത്. ഈ നിലക്ക് മുസ്ലിം സമൂഹത്തിൻ്റെ ഇൻറ്റേർണൽ ഡൈനാമിക്സ് മാറി മാത്രമല്ല, ഇങ്ങനെ സംഘടനാ വൈരം കൊണ്ട് നടക്കുന്നവരെ തള്ളിക്കളയുന്നു. സംഘടനാ വൈരം പറയുന്നവരെ അവർ ഉൾക്കൊള്ളുന്നില്ല. അത് ഒരു ഔട്ട്ഡേറ്റഡായ കാര്യമാണ്, ഒരു തേഞ്ഞ കാര്യമാണ്, അതുമായിട്ട് നടക്കല്ലേ എന്നുള്ളതാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മാസ് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു സംഘടനയെ നാട്ടക്കുറിയാക്കിയത് കൊണ്ട് മറ്റുള്ളവരുടെ പിന്തുണ കിട്ടാമെന്നുള്ളത് പഴയൊരു വളാഞ്ചേരി തിയറിയാണ്. പക്ഷേ ഗോവിന്ദ മാഷ്ടെ ആൻ്റണിക്ക് അത് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഇനി ഈ മുസ്ലിങ്ങളെ ചീത്ത പറഞ്ഞുകൊണ്ട് ഈ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും വോട്ട് കിട്ടും അതും നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കണം. കേരളത്തിലെ മുസ്ലിങ്ങളെന്ന് പറഞ്ഞാൽ CPM എന്താ വിചാരിക്കുന്നത്? ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ശത്രുക്കളായി കാണുന്ന, അതായത് മുസ്ലിങ്ങൾ കുഴപ്പക്കാരാണ്, മുസ്ലിം തീവ്രവാദികളെല്ലാം പിടിക്കാൻ പോവുകയാണ് എന്ന് പറയുമ്പോഴേക്ക് കൂട്ടത്തോടെ CPMൻ്റെ കൂടെ വരാൻ മാത്രം വിഡ്ഢികളാണ് ഇവിടെയുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളെന്നാണോ MB ഗോവിന്ദനും പിണറായി വിജയനും വിചാരിക്കുന്നത്? കേരളത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ മറ്റേതൊരു കമ്മ്യൂണിറ്റിയേക്കാളും കൂടുതൽ മറ്റ് മതസമൂഹങ്ങളുമായിട്ട് എൻഗേജ്മെൻറ്റുള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. പ്രത്യേകിച്ച് അവർ നടത്തുന്ന ചാരിറ്റി നെറ്റ്വർക്കുകൾ എല്ലാ മുസ്ലിം സംഘടനകൾക്കും അതിവിപുലമായ, കേരളത്തിലെ മറ്റേത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെക്കാളും മതസാമുദായിക സംഘടനകളെക്കാളും ഗംഭീരമായ ഗ്രാസ് റൂട്ട് നെറ്റ്വർക്കുള്ള, ചാരിറ്റി നെറ്റ്വർക്കുള്ള, NGOകളുള്ള ഒരു സമൂഹമാണ് കേരളത്തിലെ മുസ്ലിം സമൂഹം. അവർ നടത്തുന്ന എൻഗേജ്മെൻറ്റ് എല്ലാ മതസമൂഹങ്ങളുമായിട്ടും അതിവിപുലമായ, സജീവമായ എൻഗേജ്മെൻറ്റുള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അവരിൽ ഏതെങ്കിലും ഒരു നെറ്റ്വർക്കിനെ ചൂണ്ടിയിട്ട് ഇവന്മാർ അപകടകാരികളാണ്, നിങ്ങളൊക്കെ പിടിച്ച് പുഴുങ്ങാൻ പോവുകയാണ് എന്ന്
പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തുമ്പോഴേക്കും അത് വിശ്വസിക്കുന്നവരല്ല. പിണറായി വിജയൻ്റെ പാർട്ടിക്കുള്ളതുപോലെയോ ചിലപ്പോൾ അതേക്കാൾ കൂടുതലോ മറ്റ് സമൂഹങ്ങളുമായിട്ട് എൻഗേജ്മെൻറ്റുള്ളൊരു സമൂഹമാണിത്. അത് മനസ്സിലാക്കണം. അവരെ പറഞ്ഞ് പേടിപ്പിച്ച് എന്താണ് ഈ കുട്ടികളെ പറഞ്ഞ് പേടിപ്പിക്കുമല്ലോ, എന്താണ് ഒരു പോക്കാച്ചി വരുന്നേ എന്ന് കുഞ്ഞുങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കുന്നത് പോലെ ഇവിടെയുള്ള ഹിന്ദു സമൂഹത്തെയും ക്രിസ്ത്യൻ സമൂഹത്തെയും മുസ്ലിങ്ങളെക്കുറിച്ച് പറഞ്ഞ് പേടിപ്പിച്ചാൽ നമുക്ക് വോട്ട് വാരിക്കളയാം എന്നാണ് ഇവർ വിചാരിച്ചത്. പക്ഷേ ഒരു കാര്യമുണ്ട്, അങ്ങനെ പറഞ്ഞാൽ പേടിക്കുന്ന കുറച്ചാളുകളുണ്ട്. അവർ അരിവാൾ ചുറ്റിയൊക്കെ കുത്തില്ല, അവർക്ക് കുത്താൻ അപ്പുറത്ത് വേറെ ചിഹ്നമുണ്ട്, പ്രോമാക്സ്. അതെ, ഇതിൻ്റെ പ്രോമാക്സ് വേർഷൻ ഉണ്ട്. അതാണ് സംഭവിച്ചത്. അത് നോക്കൂ, സാധാരണഗതിയിൽ BJP നേട്ടം ഉണ്ടാകും. ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പിൽ റിസൾട്ടിൽ BJP വലിയ നേട്ടം ഉണ്ടാക്കിയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതിൽ ശ്രദ്ധേയമായ കാര്യം, സാധാരണ BJP നേട്ടം ഉണ്ടാകും. ആരാണ് ലൂസർ? ആർക്കാണ് നഷ്ടം ഉണ്ടാകാറ്? കോൺഗ്രസ്സിനാണ് നഷ്ടം ഉണ്ടാകാറ്. പക്ഷേ ഇന്നത്തെ ഈ ദിവസം BJP നേട്ടം ഉണ്ടാക്കിയിടത്തെല്ലാം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് എല്ലായിടത്തും നഷ്ടമുണ്ടായിരിക്കുന്നത് ആർക്കാണ്? ലെഫ്റ്റിനാണ്, CPM-നാണ്. എന്താണത്? CPM കുത്തിവെച്ച് കൊടുത്ത ഈ വിഷമുണ്ടല്ലോ, അത് ആവാഹിച്ച മനുഷ്യർ അവർ അരിവാൾ ചുറ്റികയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നില്ല, അവർ താമരയിലാണ് പ്രതീക്ഷ അർപ്പിക്കുന്നത്. അപ്പോൾ ഈ വിഷം CPM-ന് ഇറക്കാൻ ഇനി പറ്റില്ല. അത് അത്ര എളുപ്പം ഇറക്കാൻ പറ്റുന്ന വിഷമല്ല. അപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഉത്തരത്തിലുള്ളത് പോവുകയും അപ്പുറത്തുള്ളത് കിട്ടാതിരിക്കുകയും ചെയ്ത, നമുക്ക് ഈ ഔട്ട് ഓഫ് ബോക്സിൽ നമ്മൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ തവണ പറഞ്ഞാണ് CPM ഈ കളി കളിക്കരുത്. ഇത് കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. നിങ്ങളെക്കാൾ മികച്ച രീതിയിൽ ഇത് കളിക്കാൻ പറ്റുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഈ കളി കളിക്കല്ലേ എന്ന് ബുദ്ധിയുള്ള മനുഷ്യർ ഇവരോട് പലതവണ പറഞ്ഞാണ്. പക്ഷെ അതിനത് അവർക്കത് ഏതെങ്കിലും നിലക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇന്നത്തെ ഗോവിന്ദ മാഷ്ട പത്രസമ്മേളനം അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. നമുക്ക് വെള്ളാപ്പള്ളി നടേശനെയാണ് ഇന്ന് വണ്ടി കയറ്റിയതെങ്കിൽ നാളെ വാശി തീർക്കാൻ പ്രതീഷ് വിശ്വനാഥയും ഒരുപക്ഷെ കാറിൽ കയറ്റിയേക്കാം. ആ നിലയിലാണ് അവർ കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നത്.